ഹരിപ്പാട് മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിണിയായ ദിവ്യശ്രീ സാവിത്രി അന്തർജനത്തിൻ്റെ ശതാഭിഷേകം ഇന്ന് നടക്കുന്നു. കർക്കിടക മാസത്തിലെ മൂലം നക്ഷത്രത്തിലാണ് മണ്ണാർശാല അമ്മയുടെ ജനനം. ഇന്ന് ശതാഭിഷേക ആഘോഷങ്ങളുടെ ഭാഗമായി പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഒരു സ്ത്രീ പൂജാരിണിയായ ഒരു ക്ഷേത്രം, വളരെ ശ്രദ്ധേയമായ നാഗരാജ ക്ഷേത്രമാണ് മണ്ണാർശാലയിലേത്. അവിടെ പാരമ്പര്യമായി അവിടുത്തെ അമ്മയാണ് പ്രധാന പൂജാരിണി. ഇപ്പോഴത്തെ പൂജാരിണിയായിട്ടുള്ള അമ്മയുടെ ശതാഭിഷേക പിറന്നാൾ ആഘോഷം ഇന്നിവിടെ നടക്കുന്നു. സാവിത്രി അന്തർജനത്തിൻ്റെ പിറന്നാൾ ദിനത്തോട് അനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ട്. പ്രത്യേകമായ കലാപരിപാടികളൊക്കെ തന്നെ മണ്ണാർശാല ക്ഷേത്രത്തിൽ നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾ സുധീഷ്. വിനോദ്, ഇന്ന് മണ്ണാർശാല നാഗരാജ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിണിയായിട്ടുള്ള മണ്ണാർശാല അമ്മ ദിവ്യശ്രീ സാവിത്രി അന്തർജനത്തിൻ്റെ 84-ാം പിറന്നാളാണ്. കർക്കിടക മാസത്തിലെ മൂലം 4-ലാണ് അമ്മയുടെ പിറന്നാൾ. ആ അമ്മയുടെ 84-ാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി അമ്മയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനുമെല്ലാമുള്ള വിശേഷാൽ പൂജകളാണ് പ്രധാനമായും ഇല്ലത്ത് നടക്കുന്നത്. അത് മണ്ണാർശാല ആയില്യം പൂജയും മറ്റും നടക്കുന്ന ഈ മണ്ണാർശാല ഇല്ലത്തെ നിലവറയ്ക്ക് മുമ്പിലാണ് ഇതിൻ്റെ പൂജകളൊക്കെ നടക്കുന്നത്. അവിടെ രാവിലെ മുതൽ ഹോമങ്ങളടക്കമുള്ള പൂജകൾ, കലശാഭിഷേകം അടക്കം നടക്കുന്നുണ്ട്. അതിന് ശേഷം ആണ് ഈ ഗോദാനം, അത് പ്രത്യക്ഷ ഗോദാനം അടക്കം ദശാദാനം അടക്കമുള്ള പുണ്യപ്രവൃത്തികൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അമ്മ സ്നാനം കഴിഞ്ഞ്, അത് ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് കഴിഞ്ഞ് ഈറിനോട് അമ്മ ക്ഷേത്ര ദർശനത്തിനായി അകത്തേക്ക് വന്നിരിക്കുകയാണ്. അമ്മ ഇവിടെ ക്ഷേത്ര ദർശനം നടത്തി മടങ്ങിക്കഴിഞ്ഞാൽ ഭക്തർക്ക് ദർശനം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളും ചെയ്യും. ഇപ്പോഴും ഇവിടെ എത്തിയ ഭക്തരെയെല്ലാം അനുഗ്രഹിച്ചാണ് അമ്മ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നത്. ക്ഷേത്ര ദർശനത്തിന് ശേഷം വീണ്ടും ഇല്ലത്തേക്ക് മടങ്ങും. പിന്നീട് അമ്മയുടെ കൂടി സാന്നിധ്യത്തിലാവും പൂജകളെല്ലാം പൂർത്തീകരിക്കുക. ഇതേ സമയം തന്നെ വലിയ ഭക്തജന തിരക്ക് ഇന്ന് മണ്ണാർശാല ക്ഷേത്രത്തിലേക്കും ഇല്ലത്തേക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. മണ്ണാർശാല നാഗരാജ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സ്ത്രീകൾ പൂജാരിണിയായിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രമാണ് മണ്ണാർശാല നാഗരാജ ക്ഷേത്രം. ഇത് അനന്തഭഗവാൻ ഇവിടെ മണ്ണാർശാല ഇല്ലത്ത് ഇവിടുത്തെ ഒരു അമ്മയുടെ മകനായി ജനിച്ചു എന്നുള്ളൊരു വിശ്വാസപ്രകാരം അമ്മ മകനു വേണ്ടി നടത്തുന്ന പൂജകളായിട്ടാണ് ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളെല്ലാം തന്നെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമ്മ ഇവിടെ പൂജാരിണിയായി വരുന്നതും. മണ്ണാർശാലയിലെ പ്രധാന ആയില്യം എഴുന്നള്ളത്തായ തുലാമാസത്തിലെ ആയില്യം നാളിലുള്ള പുറത്തെഴുന്നള്ളത്തിനായാലും കന്നിമാസത്തിലെ ആയില്യം എഴുന്നള്ളത്തിനായാലും എല്ലാം ആ നാഗരാജാവിനെ എഴുന്നള്ളിക്കുന്നതടക്കം മണ്ണാർശാല അമ്മയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ അമ്മ കഴിഞ്ഞ എഴുന്നള്ളത്തിന് നാഗരാജാവിനെ എഴുന്നള്ളിച്ച് പുറത്തെഴുന്നള്ളത്ത് നടത്തിയിരുന്നു. ഇനിയും വരുന്ന ഈ കന്നിമാസത്തിലും തുലാമാസത്തിലുമാണ് മണ്ണാർശാല ആയില്യം എഴുന്നള്ളത്ത് നടക്കുക. അതിനും ഈ അമ്മയാവും നാഗരാജാവിനെ എഴുന്നള്ളിക്കുന്നു, പ്രധാന പൂജകൾ നടത്തുന്നു. അങ്ങനെ അപൂർവതകളുള്ള ഒരു ക്ഷേത്രവും ആ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിണി എന്ന രീതിയിൽ വലിയ പ്രാധാന്യവുമുള്ള ഒരു ദൈവീക ഭാവത്തിൽ തന്നെ ഭക്തർ കാണുന്നതാണ് മണ്ണാർശാല അമ്മയും. ആ അമ്മയുടെ അനുഗ്രഹം നേടാനും മറ്റുമാണ്. അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നതിനുമായാണ് ഇന്ന് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അവർക്കെല്ലാം പിറന്നാൾ സദ്യയുമുണ്ട്. രാവിലെ 10 മുതലാണ് പിറന്നാൾ സദ്യ. വിവിധ കലാപരിപാടികൾ ഇവിടെ ഇല്ലത്തിനോട് ചേർന്ന് നടക്കുന്നുണ്ട്. ഇപ്പോൾ മണ്ണാർശാല അമ്മ ക്ഷേത്ര ദർശനം നടത്തുകയാണ്. വിനോദ്. സുധീഷ്, നമ്മൾക്കറിയാം നാഗാരാധന എന്ന് പറയുന്നത് പാരമ്പര്യമായി നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ പ്രാചീന കാലം മുതൽ തന്നെ നിലവിലുള്ള സമ്പ്രദായമാണ് നാഗാരാധന. ആ നാഗാരാധന സമ്പ്രദായത്തിൽ കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികം ആളുകൾ ആരാധിക്കുന്ന നാഗദൈവം മണ്ണാർശാല നാഗരാജ ക്ഷേത്രമാണ്. അവിടുത്തെ പ്രത്യേകത സുധീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പൂജാരിണിയാണ് അവിടുത്തെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. പൂജകൾക്കും അവിടുത്തെ ആഘോഷങ്ങൾക്കും അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾക്കും ഒക്കെ അവിടെ എഴുന്നള്ളിപ്പായാലും എല്ലാ ചടങ്ങിനും മുഖ്യ പുരോഹിതയായിട്ടുള്ളത് പൂജാരിണിയാണ്. ആ ഇല്ലത്തെ അമ്മ സാവിത്രി അന്തർജനം അമ്മയുടെ ശതാഭിഷേകമാണ് ഇന്ന് നടക്കുന്നത്. ആഘോഷത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഒരുക്കിയിട്ടുണ്ട്. ഏറെ സവിശേഷതകൾ ഉള്ള ക്ഷേത്രമാണ് മണ്ണാർശാല. വിശാലമായ
കാവുകളും ഒക്കെ അടങ്ങുന്ന, പ്രകൃതിയും മനുഷ്യനും ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ പ്രകൃതിയെ ആരാധിക്കണമെന്ന് ഓരോ കുഞ്ഞിനെയും അത് കാട്ടിക്കൊടുക്കുന്ന ഒരു ക്ഷേത്ര സങ്കല്പമാണ് മണ്ണാർശാലിലുള്ളത്. അപ്പോൾ മണ്ണാർശാലിലെ ക്ഷേത്ര ദർശനം തന്നെ പ്രകൃതിയും മനുഷ്യനും ഒന്നായി പോകണം, പ്രകൃതി ഈ കൂടി ഉണ്ടെങ്കിലേ മനുഷ്യനെ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള വലിയ സന്ദേശം തന്നെ ഉള്ളൊരു ക്ഷേത്രം കൂടിയല്ലേ മണ്ണാർശാല, സുധീഷ്? തീർച്ചയായും അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും. നിറയെ കാവുകൾ, ആ കാവിൽ നിറയെ മരങ്ങളും നിരവധി കുളങ്ങളും എല്ലാം കൊണ്ട് പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ നിലനിന്നു വരുന്ന ഒരു അപൂർവ ക്ഷേത്രമാണ് മണ്ണാർശാല നാഗരാജ ക്ഷേത്രം. ഇവിടുത്തെ എല്ലാ പൂജകൾക്കും അത്തരത്തിലുള്ള പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന രീതിയിലുള്ള പൂജാതി കാര്യങ്ങളാണ് നടന്നു വരുന്നതും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടുത്തെ ഈ മഞ്ഞൾ കൊണ്ടുള്ള വിവിധതരം വഴിപാടുകൾ. അതെല്ലാം തന്നെ പ്രകൃതിയുമായി വളരെ ഇണങ്ങിച്ചേരുന്നതാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാടുകളിലൊന്നാണ് ഉരുളി കമഴ്ത്തൽ എന്നുള്ളത്. അതും വലിയ വിശ്വാസത്തിൽ നിരവധി പേർ ഇവിടെ ചെയ്യുന്നതാണ്. സന്താന ഭാഗ്യത്തിന് വേണ്ടി നടത്തുന്ന വഴിപാടാണ്. അത്തരത്തിൽ മറ്റ് മാറാ രോഗങ്ങൾക്കുള്ള പ്രതിവിധിയായി സർപ്പദോഷങ്ങൾ അകറ്റുന്നതിനുള്ള വഴിപാടുകൾ, അങ്ങനെ നിരവധി വഴിപാടുകളുണ്ട്. ഈ വഴിപാടുകൾക്കെല്ലാം എത്തുമ്പോൾ ഇവിടെയുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ പലയിടത്തും കാണുന്ന പോലുള്ള ഒരു ആഡംബര സംവിധാനങ്ങളുമല്ല. ഇവിടെ സാധാരണ രീതിയിലുള്ള ഒരു ഗ്രാമ അന്തരീക്ഷത്തിലുള്ള ക്ഷേത്രം, അതിലുപരി നിറയെ മരങ്ങളും കാടുകളും, ആ കാടുകളെല്ലാം തന്നെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള ഏക്കർ കണക്കിന് വരുന്ന കാടുകളാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ളത്. ഇവിടുത്തെ പ്രതിഷ്ഠകളും അതിന് ചേരുന്ന രീതിയിലുള്ള പ്രതിഷ്ഠാ രീതികളുമാണ് നടത്തിയിട്ടുള്ളത്. അത്തരം ക്ഷേത്രം എന്ന പ്രത്യേകതയും ഇതിനോട് ചേർത്ത് പറയാവുന്നതാണ്. ഇതിലെ ഏറ്റവും പ്രധാനം ഈ ഭക്തർക്കുള്ളൊരു വിശ്വാസം തന്നെയാണ്. ഏറ്റവും ശുദ്ധിയോടും എല്ലാം കൂടിയേ ഇവിടെ കിടക്കാവൂ, ഇല്ലെങ്കിൽ വലിയ ദോഷമാണ് എന്ന ഒരു വിശ്വാസത്തിൽ എല്ലാവരും, അത് പ്ലാസ്റ്റിക് അടക്കമുള്ള ഇന്ന് പ്രകൃതിക്ക് ദോഷമുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള രീതികളുമാണ് ഇവിടെ നടക്കുന്നത്. അത്തരം പൂജകളും മറ്റ് കാര്യങ്ങളുമെല്ലാം ഈ എത്ര ഭക്തജനത്തിരക്ക് ഉണ്ടായാലും അതെല്ലാം പാലിച്ചു പോകാൻ ശ്രദ്ധിക്കുന്നു എന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയായി തന്നെ പറയേണ്ടതാണ്. വലിയ രീതിയിൽ പ്രത്യേകിച്ചും ഞായറാഴ്ചകളിലും ആയില്യം നാളിലും എല്ലാം വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ക്ഷേത്രമാണ്. മറ്റു ദിവസങ്ങളിലും സാധാരണ ദിവസങ്ങളിലും ഭക്തജനങ്ങൾ എത്താറുണ്ടെങ്കിൽ പോലും ഏറ്റവും തിരക്കുണ്ടാവുക ഞായറാഴ്ചകളിലും ആയില്യം നാളിലും മറ്റുമാണ്. അന്നൊക്കെ തന്നെയും വിശേഷാൽ പൂജകളും ഉണ്ടാവും. ഇന്നിപ്പോൾ ഇവിടെ മണ്ണാർശാല അമ്മ സാവിത്രി അന്തർജനത്തിൻ്റെ 84ാം പിറന്നാൾ ശതാഭിഷേകത്തിൻ്റെ ഭാഗമായുള്ള പ്രത്യേക പൂജകൾ ഇല്ലത്തും ക്ഷേത്രങ്ങളിലുമായി നടക്കുന്നു. അതോടൊപ്പം തന്നെ കലാപരിപാടികൾ നടക്കുന്നു. അമ്മ ഇപ്പോൾ നാഗരാജാവിൻ്റെയും നാഗേശിയമ്മയുടെയും ഒക്കെ അനുഗ്രഹം തേടി ഈ സ്നാനത്തിന് ശേഷം ഈറിനോടെ ക്ഷേത്ര ദർശനം നടത്തുകയാണ്. അല്പസമയത്തെ ദർശനത്തിന് ശേഷം അമ്മ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇല്ലത്തേക്ക് എത്തുകയും ഇല്ലത്ത് ഈ പൂജകളൊക്കെ അതിൽ പങ്കുചേർന്ന് അതിൻ്റെ അമ്മയുടെ സാന്നിധ്യത്തിൽ തന്നെ പൂജകൾ പൂർത്തീകരിക്കുകയും തുടർന്ന് ഭക്തർക്ക് ദർശനം നൽകുകയും ചെയ്യും. അതിനുശേഷം പിറന്നാൾ സദ്യയോടുകൂടി ഇന്നത്തെ ഈ ആഘോഷ പരിപാടികൾ, ശതാഭിഷേക ആഘോഷ പരിപാടികൾ പൂർത്തിയാകും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനോദ്. അതെ, വ്യക്തമാണ്. മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിണിയായ ദിവ്യശ്രീ സാവിത്രി അന്തർജനത്തിന് ശതാഭിഷേക ചടങ്ങുകളാണ് ഇന്ന് നടക്കുന്നത്. കർക്കിടകത്തിലെ മൂലം നക്ഷത്രത്തിലാണ് മണ്ണാർശാല അമ്മയുടെ ജനനം. ഇന്ന് ശതാഭിഷേക ആഘോഷങ്ങളുടെ ഭാഗമായി പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ ആരംഭിച്ചു കഴിഞ്ഞു. കലാപരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മണ്ണാർശാല ക്ഷേത്രത്തിൽ നിന്നും സുധീഷ് ഗോപാൽ.